വ്യാപാരദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നു രാവിലെ 10 മണിക്ക് ചുനക്കര പഞ്ചായത്ത് പടിക്കൽ നടക്കുന്ന ധർണാ സമരത്തിൽ പങ്കെടുക്കുവാൻ ചാരുമുട്ടിലെ മുഴുവൻ വ്യാപാരി സഹോദരങ്ങളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മുമ്പിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചുനക്കര ഗ്രാമപഞ്ചായത്തിന് മുൻപിലും പ്രതിഷേധ ധർണാ സമരം നടത്തുകയുണ്ടായി. ശ്രീ ഫസൽ അലിഖാൻ ഈ ധർണാ സമരം ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട്. പ്രതിഷേധ ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഫസൽ അലിഖാന്റെ അധ്യക്ഷതയിൽ യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. കൊച്ചിയും ആലപ്പുഴയും പോലെയുള്ള വലിയ നഗരങ്ങളിൽ ജനസംഖ്യാനുപതമായി വലിയ പട്ടണങ്ങളിലൊക്കെ കോർപ്പറേറ്റുകൾ ആവശ്യമാണ്. പക്ഷേ ഈ ചുനക്കരയിലും ചാരുമൂടിലും നൂറാട് പ്രദേശങ്ങളിലും ഉണ്ടാവുന്ന അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന കോർപ്പറേറ്റുകൾ അവർ കൊല്ലാക്കൊല ചെയ്യുന്ന ആയിരങ്ങളായ നിരവധിയായ ചെറുകിട കച്ചവടക്കാരുണ്ട്. ഒറ്റ ഷട്ടറിൽ കച്ചവടം ചെയ്യുന്ന വിവിധങ്ങളായ കച്ചവടക്കാര് അവരിന്ന് ജീവിക്കാനായി അവർ വലയുകയാണ്, അവർ കഷ്ടപ്പെടുകയാണ്. അതാണ് നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. ഗ്രാമങ്ങളിലെ കോർപ്പറേറ്റുവൽക്കരണം നിയന്ത്രിക്കപ്പെടണം. ഇവിടുത്തെ ഈ സാമൂഹിക വ്യവസ്ഥ നിലനിർത്തുവാൻ ഇവിടുത്തെ സാധാരണക്കാരനായ ചെറുകിട കച്ചവടക്കാരന് കൃത്യമായ പങ്കുണ്ട്. വ്യാപാരികളുടെ ഭീമമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, എല്ലാ വ്യാപാരികൾക്കും 2 വീതം വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന നിബന്ധന പിൻവലിക്കുക, യൂസർ ഫ്രീ ആവശ്യമില്ലാത്ത വ്യാപാരികളെ ഒഴിവാക്കുക, മറ്റ് വ്യാപാര ദ്രോഹ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. നാടും നഗരവും ക്ലീൻ ചെയ്യാൻ വ്യാപാരികൾ പണം തരണം. ഇല്ല ഞങ്ങൾക്കാവില്ല. ഇനി പണപ്പിരിവ് നടക്കില്ല. ഹരിതകർമ്മസേനയുടെ ശമ്പളം സർക്കാർ നൽകട്ടെ. സംസ്ഥാനത്താകമാനം വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളുടെ വർധനവും അതിൻ്റെ ആക്രമണങ്ങളെപ്പറ്റിയുമുള്ള പ്രതിഷേധം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി അറിയിക്കുകയുണ്ടായി. കൃത്യമായ രീതിയിൽ നായ്ക്കളിൽ വാക്സിനേഷനുകളോ മന്ദീകരണമോ പഞ്ചായത്തുകൾ നടത്താത്തതിൽ കൃത്യമായ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. 8 വയസ്സുകാരനായ യദു ശ്രാവൺ കൃഷ്ണൻ എന്ന കുട്ടി പേവിഷബാധയേറ്റ് ഒരാഴ്ചക്കാലത്തോളം നരകിച്ച് ജീവൻ വെടിയേണ്ടി വന്നു. ചാരുമൂട്, താമരക്കുളം, ചുനക്കര ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഇന്ന് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുകയും അത് കാരണം തെരുവ് നായ്ക്കളുടെ വർധനവും ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു 10-15 വർഷക്കാലം മുമ്പ് വരെ നായ്ക്കളെ പിടിച്ച് ഓരോ വർഷം തോറും പഞ്ചായത്തുകൾ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ജനസംഖ്യകളോ ഇത്രയും കാര്യങ്ങളോ ഇല്ല. പക്ഷെ അന്നത് നിയന്ത്രിക്കപ്പെട്ടു. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം വളരുമ്പോൾ, ജനസംഖ്യ വളരുമ്പോൾ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നില്ല. പട്ടിയെ കൊല്ലുന്നതിന് നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ അതിനെ കൃത്യമായി വാക്സിനേറ്റ് ചെയ്യാനും വർഷം തോറും വാക്സിനേറ്റ് ചെയ്യുവാനും വന്ധ്യകരണം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്ക്, ഓരോ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഉള്ളതാണ്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ സ്വാഗതം പറഞ്ഞു. M.R. രാമചന്ദ്രൻ, ദിവാകരൻ നായർ, സുകുമാരൻ നായർ, D. തമ്പാൻ, ബാബു സരസ്വതി, വിഷ്ണു, രാധാമണി, സിനി രമണൻ, ബിന്ദു, അജികുമാർ ചാരുമുട്ട് ഒപ്റ്റിക്കൽസ്, ബിജു ഗ്രാൻഡ്, നിസാം കാവ്യ, പ്രസാദ് ചിത്രാലയ, പ്രസാദ് അശ്വതി, ഷാൽ വിസ്മയ, വിനീത് പ്രാണ, AJ ജമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്ത് പടിക്കലും പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി
ചാരുമുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചുനക്കര ഗ്രാമപഞ്ചായത്ത് മുൻപിൽ വമ്പിച്ച പ്രതിഷേധ ധർണാ സമരം നടത്തുകയുണ്ടായി. വർദ്ധിപ്പിച്ച ഭീമമായ തൊഴിൽ നികുതി പിൻവലിക്കുക, 2-3 ഇരട്ടി നികുതിയാണ്